നമസ്കാരം വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കമ്പനിയുടെ ബിസിനസ് വളർച്ച അളക്കാൻ BCG മെട്രിക്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിരുന്നു. ഒരു കമ്പനി സ്റ്റാർ ആണോ അതോ ക്യാഷ് കൗ ആണോ എന്ന് മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിച്ചു. പക്ഷേ ഒരു ഓഹരി വാങ്ങുന്നതിന് മുൻപ് അത് മാത്രം നോക്കിയാൽ പോരാ. ഒരു കമ്പനിയുടെ ഉള്ളും പുറവും കൃത്യമായി മനസ്സിലാക്കിയാലേ നമ്മുടെ നിക്ഷേപം സുരക്ഷിതമാവും. ഫണ്ടമെന്റൽ അനാലിസിസിൽ നടത്താൻ പല വഴികളുമുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടെക്നിക്കാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ അനുയോജ്യമായ മികച്ച കമ്പനികളെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് ടൂൾ ആണ് SWOT അനാലിസിസ്. മുൻപ് നമ്മൾ ചർച്ച ചെയ്ത BCG മെട്രിക്സ് ഒരു കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എവിടെ നിൽക്കുന്നു എന്ന് കാണിച്ചു തരുമ്പോൾ, SWOT അനാലിസിസ് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും ഭാവി സാധ്യതകളും അളക്കാൻ നിക്ഷേപകരെ സഹായിക്കുന്നു. SWOT അനാലിസിസ് എന്ന ആശയം ബിസിനസ് ലോകത്ത് അവതരിപ്പിച്ചത് ആൽബർട്ട് ഹംഫ്രി ആണ്. 1960കളിലും 70കളിലും സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം നടത്തിയ ഗവേഷണത്തിലൂടെയാണ് ഇത് രൂപപ്പെട്ടത്. ആദ്യകാലത്ത് ഇത് സോഫ്റ്റ്, അതായത് സാറ്റിസ്ഫാക്ടറി, ഓപ്പർച്യൂണിറ്റി, ഫോൾട്ട്, ത്രെറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മാറ്റങ്ങൾ വരുത്തി ഇന്നത്തെ രൂപത്തിലുള്ള SWOT ആയി മാറി. വെറും ലാഭക്കണക്കുകൾ മാത്രം നോക്കി ഓഹരി വാങ്ങുന്നതിന് പകരം ആ ബിസിനസിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ SWOT നിങ്ങളെ സഹായിക്കുന്നു. ഒരു കമ്പനി സ്റ്റാർ ആണെന്ന് BCG മെട്രിക്സ് കാണിച്ചാലും അതിന്റെ SWOT അനാലിസിസിൽ വലിയ ത്രെറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഓഹരി വാങ്ങുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു കമ്പനിയുടെ ആന്തരികമായ കരുത്തും അഥവാ ഇന്റേണൽ ഫാക്ടേഴ്സും പുറത്തു നിന്നുള്ള വെല്ലുവിളികളും അഥവാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും വിലയിരുത്തുന്ന രീതിയാണിത്. SWOT എന്ന വാക്കിന്റെ പൂർണ്ണ രൂപം നോക്കാം. S എന്നാൽ സ്ട്രെങ്ത് അഥവാ കരുത്ത്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ നോക്കേണ്ടത് കമ്പനിയുടെ പോസിറ്റീവ് വശങ്ങളാണ്. ഉദാഹരണത്തിന് ഉയർന്ന ലാഭം, കുറഞ്ഞ കടബാധ്യത, ശക്തമായ ബ്രാൻഡ് മൂല്യം. W എന്നാൽ വീക്ക്നെസ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ കമ്പനിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ. മോശം മാനേജ്മെന്റ്, കുറഞ്ഞ ലാഭവിഹിതം അല്ലെങ്കിൽ നിയമപരമായ കേസുകളൊക്കെ കമ്പനിയുടെ വീക്ക്നെസ് ആണ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എപ്പോഴും ഇന്റേണൽ ആയി കമ്പനിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്ന് വെച്ചാൽ കമ്പനിക്ക് മാത്രം ബാധകമാകുന്നത്. അടുത്തത് O ആണ്. O എന്നാൽ ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഓഹരി വില ഉയരാൻ കാരണമായേക്കാവുന്ന ഘടകങ്ങളാണിത്. പുതിയ വിപണികളിലേക്കുള്ള വ്യാപനം, അനുകൂലമായ ഗവൺമെന്റ് നയങ്ങൾ, EV പോളിസിയൊക്കെ പോലെ, അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ, ഇതൊക്കെ കമ്പനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അവസാനമായി T എന്ന ലെറ്ററിന്റെ അർത്ഥം നോക്കാം. ത്രെറ്റ്സ് അഥവാ ഭീഷണി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് വിലയിരുത്തുന്നത്. ഉദാഹരണത്തിന് പുതിയ ശക്തരായ എതിരാളികളുടെ വരവ്, അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം, ഇതൊക്കെ കമ്പനികളുടെ ത്രെറ്റ്സ് ആണ്. ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, കാരണം അത് ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനികളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ കൺസെപ്റ്റും എക്സാമ്പിൾ വെച്ച് തന്നെ മനസ്സിലാക്കാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ആദ്യത്തേത് സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് എന്നത് ആ കമ്പനിയെ അതിന്റെ എതിരാളികളെക്കാൾ മുന്നിലെത്തിക്കുന്ന ആന്തരികമായിട്ടുള്ള ഗുണങ്ങളാണ്. ഒരു നിക്ഷേപകൻ ആ കമ്പനിയുടെ ഓഹരി വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന പോസിറ്റീവ് ഘടകങ്ങൾ എന്നും പറയാം. സാമ്പത്തിക ഭദ്രത, ശക്തമായ ബ്രാൻഡ് മൂല്യം, വിപണിയിലുള്ള ആധിപത്യം, മികച്ച മാനേജ്മെന്റ്, കുറഞ്ഞ ഉൽപാദന ചെലവ് എന്നിവയൊക്കെയാണ് പൊതുവെ വിലയിരുത്താൻ പറ്റുന്ന കമ്പനിയുടെ സ്ട്രെങ്ത്തുകൾ. ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എത്രത്തോളം വലുതാണോ അത്രത്തോളം ആ കമ്പനിയുടെ ഓഹരി വില ദീർഘകാലമായി ഉയരാൻ സാധ്യതയുണ്ട്. ഒരു റിയൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഇന്ന് വിപണിയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗത്തെ പ്രമുഖ കമ്പനിയായ അവഞ്ചർ ലിമിറ്റഡ് 12% വർധനവ് രേഖപ്പെടുത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കമ്പനിക്ക് 460 കോടി രൂപയുടെ വമ്പൻ ഓർഡർ ലഭിച്ചതാണ് ഓഹരി ഇന്ന് ഉയരാൻ കാരണമായത്. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി സെറ്റ്വർക്ക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചത്. കമ്പനിയുടെ ഭാവി വരുമാനത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണ്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട ഈ കരാർ കമ്പനിയുടെ ബിസിനസ് വ്യാപ്തി വർദ്ധിപ്പിക്കും. ഇത് കമ്പനിയുടെ ഓർഡർ ബുക്ക് ശക്തമാക്കാൻ സഹായിക്കുന്നുണ്ട്. ഉപഭോക്താക്കളുടെ വിശ്വാസം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. വിപണിയിലെ ആധിപത്യം ഉറപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഇതെല്ലാം കമ്പനിക്ക് ഇന്റേണലായി പോസിറ്റീവ് ആകുന്ന കാര്യമാണ്. അടുത്തത് വീക്ക്നെസ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്നെസ് എന്നത് ആ കമ്പനിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റ് എതിരാളികളെക്കാൾ പിന്നിലാക്കുന്ന ആന്തരികമായ ഘടകങ്ങളാണ്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഒരു കമ്പനിയുടെ തിളങ്ങുന്ന വശങ്ങൾ മാത്രം നോക്കാതെ അതിന്റെ പോരായ്മകൾ കൂടി തിരിച്ചറിയാൻ SWOT അനാലിസിസിലെ വീക്ക്നെസ് സഹായിക്കുന്നുണ്ട്. അമിതമായ കടബാധ്യത, കുറഞ്ഞ ലാഭവിഹിതം, മോശം മാനേജ്മെന്റ്, പരിമിതമായ ഉൽപ്പന്നങ്ങൾ, ഗവേഷണത്തിന്റെ കുറവ് എന്നിവയൊക്കെ വീക്ക്നെസ്സിന് ഉദാഹരണമായി പറയാം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ HDFC ബാങ്കിന്റെ ഇഷ്യൂ ഒരു നല്ല എക്സാമ്പിൾ ആണ്.
അവർ ലാഭത്തിലാണ്. പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു ചെയർമാന്റെ രാജി ആ കമ്പനിയുടെ ഇന്റേണൽ ഗവേണൻസിന് തന്നെ ചോദ്യങ്ങൾ ഉയർത്തി. ഇത് അവരുടെ വീക്ക്നെസ് ആണ്. ഈ ഒരു വാർത്ത വന്നതോടെ ഓഹരി വില ഇടിഞ്ഞു. വിലയിടിവ് താൽക്കാലികമാണെങ്കിലും അതുമൂലമുണ്ടായ ആഘാതം പതിയെയാണ് മാറുകയുള്ളൂ. ഇനി ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഒരു കമ്പനിക്ക് അതിന്റെ ലാഭവും വളർച്ചയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പുറത്തു നിന്നുള്ള സാഹചര്യങ്ങളാണ് അവസരങ്ങൾ. ഭാവിയിൽ ഒരു കമ്പനിയുടെ ഓഹരി വില കുതിച്ചുയരാൻ കാരണമായേക്കുന്ന അനുകൂല ഘടകങ്ങളെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എപ്പോഴും കമ്പനിയുടെ ഇന്നത്തെ ലാഭത്തെക്കാൾ കൂടുതൽ ഭാവിയിലെ ഈ അവസരങ്ങളിലാണ് കണ്ടുവെക്കുന്നത്. വിപണിയിലെ പുതിയ ട്രെൻഡുകൾ, ഗവൺമെന്റിന്റെ പോളിസികൾ, പുതിയ വിപണികളിലേക്കുള്ള വ്യാപനം, സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം, എതിരാളികളുടെ വീഴ്ച എന്നിവയൊക്കെയാണ് പൊതുവെ ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് പ്രമുഖ ഗ്യാസ് കമ്പനികളുടെ ഓഹരികൾ വൻ കുതിച്ചുചാട്ടം നടത്തിയത് നിങ്ങൾ കണ്ടിരുന്നോ? ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ് എന്നിവയുടെ ഓഹരി വിലയിൽ 6% വരെ വർധനമുണ്ടായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയ്ക്കായി പുതിയ PNG ഫ്രെയിംവർക്ക് പുറത്തിറക്കിയത് മൂലമാണ് ഓഹരികളിൽ മുന്നേറ്റമുണ്ടായത്. ഇത് കമ്പനികളെ സംബന്ധിച്ച ഓപ്പർച്യൂണിറ്റിക്ക് മികച്ച ഉദാഹരണമാണ്. കാരണം ഇവിടെ ഗവൺമെന്റ് നയങ്ങളിൽ വരുന്ന അനുകൂല മാറ്റങ്ങൾ ഈ കമ്പനികൾക്ക് ഭാവിയിൽ കൂടുതൽ ഉപഭോക്താക്കളെ ലഭിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനുമുള്ള വലിയൊരു അവസരമാണ്. ഇവിടെ ഒരു കമ്പനിക്ക് മാത്രമല്ല, ആ ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനികൾക്കും ഇതുകൊണ്ട് ഗുണം ലഭിക്കുന്നുണ്ട്. അവസാനമായി ത്രെട്ട് മനസ്സിലാക്കാം. പേരിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. സെക്ഷനിലെ അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ് ത്രെഡ്സ്. ഓഹരി വിപണിയിൽ ഒരു കമ്പനിയുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള, എന്നാൽ ആ കമ്പനിയുടെ ലാഭത്തെയോ നിലനിൽപ്പിനെയോ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള പുറത്തു നിന്നുള്ള ഘടകങ്ങളെയാണ് നാം ത്രെഡ്സ് എന്ന് പറയുന്നത്. കടുത്ത മത്സരം, ഗവൺമെന്റ് നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ, അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ, ആഗോള പ്രശ്നങ്ങൾ ഒക്കെ ത്രെഡ്സിന് എക്സാമ്പിൾ ആണ്. ത്രെഡിന് ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ പറയാനുണ്ടാവും. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വോളട്ടിലിറ്റി കുറേയധികം സെക്ടേഴ്സിന് ത്രെട്ടാണ്. രൂപയുടെ മൂല്യം കുറയുന്നത് പല ഇൻഡസ്ട്രികൾക്കും ത്രെട്ടാണ്. AI മൂലം IT കമ്പനികൾ ഫേസ് ചെയ്ത സമ്മർദ്ദം നമ്മൾ ഇതിനകം കണ്ടതാണ്. ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അവസരങ്ങളും സ്ട്രെങ്ത്തും എങ്ങനെ കമ്പനി പ്രയോജനപ്പെടുത്തുന്നു എന്നും വീക്ക്നെസ്സും ത്രെട്ടും നേരിടുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുവെന്നും വിലയിരുത്താൻ നമുക്ക് സാധിക്കുന്നു. ലോകത്തെ ശതകോടീശ്വരന്മാർ മുതൽ വലിയ കമ്പനികൾ വരെ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് SWOT അനാലിസിസ്. ഇവിടെ സൂചിപ്പിച്ച SWOT അനാലിസിസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഉദാഹരണങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.